നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ലാപ്ടോപ്പ് തുറന്നിട്ട് ബുക്കിലേക്ക് നോക്കി പക്ഷേ ഉള്ളിലൊരു വിയേർഡ് ഹെവി റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് നിങ്ങൾ ശരിക്കും പഠിക്കണമെന്നുണ്ട്, യു ഹാവ് ടു, പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ പറയുന്നത് നോട്ട് ടുഡേ എന്നാണ്. സോ നിങ്ങളത് ഡിലേ ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു, റീല് നോക്കുന്നു, വൺ റീൽ ബിക്കംസ് 10. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഹോൾ ഡേ തീർന്നിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വെറി ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാവാം. വൈ ആം ഐ സോ ലേസി? എനിക്കെന്താ മറ്റുള്ളവരെ പോലെ ഡിസിപ്ലിൻ ഇല്ലാത്തത്? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഫോക്കസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വേഴ്സ്റ്റ് പോസിബിൾ തിങ് നിങ്ങളുടെ വർക്ക് എത്തിക്കിനെ കുറ്റപ്പെടുത്തുക എന്നാണ്. ഇത് ലേസിനെസ് അല്ല, ലാക്ക് ഓഫ് ഡിസിപ്ലിനും അല്ല. ആക്ച്വലി ഡാറ്റാസ് കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇതിന് കാരണം വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ മച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് യുവർ ഡോപ്പമീൻ. ഒരിക്കലത് മനസ്സിലായാൽ പിന്നീട് നിങ്ങൾ അൺസീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മോർണിംഗ്സ് ആണ് സൈലൻ്റ്ലി നിങ്ങളുടെ ബാക്കി ദിവസം എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിത് സിമ്പിളായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നിങ്ങളുടെ ബ്രെയിനിന് ഒരു ബേസ് ലെവൽ ഓഫ് ഡോപ്പമീൻ ഉണ്ടെന്ന് വിചാരിക്കുക. നോട്ട് ടു ഹൈ, നോട്ട് ടു ലോ, ജസ്റ്റ് പെർഫെക്റ്റ്ലി ന്യൂട്രൽ. നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ഈ ബേസ് ലൈനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ ഉടനെ ഗ്രാബ് ദിയർ ഫോൺ, സ്റ്റാർട്ട് സ്ക്രോളിങ് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളുടെ ബ്രെയിനിന് ഒരു മാസീവ് സ്പൈക്ക് കിട്ടും. ഫാസ്റ്റ് കണ്ടൻറ്റ്, ബ്രൈറ്റ് വിഷ്വൽസ് ആൻഡ് ലെസ് നോവലിറ്റി. ഇത് നിങ്ങളെ വേക്കപ്പ് ചെയ്യിക്കുമെന്നും ഗെറ്റ്സ് യു ഗോയിങ് എന്നും നിങ്ങൾ കരുതുന്നുണ്ടാവാം. പക്ഷേ ആക്ച്വലി ഇത് അടുത്ത 12 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ ഡോപ്പമീൻ ഡെഫിസിറ്റ് ട്രാപ്പ് എന്നാണ് വിളിക്കാറ്. കാരണം ഇത്ര വേഗത്തിൽ ഡോപ്പമീൻ സ്പൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നാണ് എനർജി ബോറോ ചെയ്യുന്നത്. ഈ മോർണിംഗ് മിസ്റ്റേക്കാണ് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി നശിപ്പിക്കുന്നത്. മിക്കവരും ഇവിടെ നിർത്തും, ആ സ്പൈക്ക് മാത്രമാണ് പ്രോബ്ലം എന്ന് അവർ കരുതും. പക്ഷേ ആക്ച്വലി ആരും അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഓരോ മാസീവ് സ്പൈക്കിന് ശേഷവും ഒരു ബ്രൂട്ടൽ ക്രാഷ് വരും. ഡോപ്പമിൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് പഴയ സേഫ് ന്യൂട്രൽ ബേസിലേക്ക് മാത്രമല്ല വരുന്നത്, അതിലും താഴേക്ക് പോകും. അതോടെ സഡൻലി എല്ലാം ഡള്ളായിട്ട് തോന്നും. സ്റ്റഡിയിങ്, റീഡിങ്, വർക്ക് എല്ലാം. സിമ്പിൾ ടാസ്ക് പോലും ഹെവിലി ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പാനിക് ആവുകയും മറ്റൊരു സ്പൈക്കിന് വേണ്ടി സെർച്ച് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വീണ്ടും ഫോണിലേക്ക് പോകും, എഗെയിൻ ആൻഡ് എഗെയിൻ. നിങ്ങൾ നിങ്ങളുടെ വർക്കിനെ ആക്ച്വലി വേണ്ടാതെ ഹാർഡാക്കുകയാണ് ചെയ്യുന്നത്. യു ആർ നോട്ട് അഡിക്റ്റഡ് ടു യുവർ ഫോൺ. നിങ്ങൾ ആക്ച്വലി ഈ സൈക്കിൾ ട്രാപ്പിലായതാണ്. സ്പൈക്ക്, ക്രാഷ്, ക്രേവിങ്, സ്പൈക്ക്. ഇതിൽ വേസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡീസെൻസിറ്റൈസ്ഡ് ആവുകയാണ്. നോർമൽ കാര്യങ്ങൾ ജസ്റ്റ് ബോറിംഗ് ആയിട്ടല്ല, ഫിസിക്കലി പെയിൻഫുൾ ആയിട്ടാണ് പിന്നീട് അനുഭവപ്പെടുക. ഇപ്പം നിങ്ങൾ ഇരുന്നിട്ട് ആലോചിക്കുന്നുണ്ടാവും, ഓക്കെ അപ്പോൾ എൻ്റെ ഡോപ്പമിൻ ഇപ്പോൾ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ ഡേ മൊത്തം പോയോ? ഫോൺ പുഴയിൽ എറിയാതെ എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാമെന്നൊക്കെ. ഇതൊരു പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ നെക്സ്റ്റ് പാർട്ട് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആളുകൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നേ ഇല്ല. അവർ സൂപ്പർ ഹ്യൂമൺ ആയതുകൊണ്ടല്ല. അത് ടോപ്പ് സ്റ്റുഡൻസ് അവരുടെ ദിവസം തുടങ്ങുന്നത് സ്റ്റിമുലേഷൻ നൽകിക്കൊണ്ടല്ല, പകരം പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടാണ്. അവർ മോർണിംഗ് ബേസ് ലൈൻ ഷീൽഡ് എന്നൊരു ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്യുന്നത്. അവർ അവരുടെ ഡോപ്പമീൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നോ ഫോൺ, നോ സ്ക്രോളിംഗ്, നോ ഇൻസ്റ്റൻറ്റ് റിവാർഡ്. എല്ലാ ഹൈലി സക്സസ്ഫുൾ സ്റ്റുഡൻസും പ്രൊഫഷണൽസും ഇത് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് ദ വൺ ഹു ആർ കോൺസ്റ്റൻ്റ്ലി ബേണിംഗ് ഔട്ട്. അവർ ബേസ് ലൈനിനോട് ചേർന്ന് നിൽക്കുന്നു. നിങ്ങളുടെ ബേസ് ലൈനിൽ തന്നെ തുടരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി ഒന്നും സംഭവിക്കും. നിങ്ങളുടെ ബ്രെയിൻ ആക്ച്വലി ഹീൽസ്, ഇറ്റ് ബിക്കം സെൻസിറ്റീവ്. ആ ബേസ് ലൈൻ ലെവലിൽ ഇരിക്കുമ്പോൾ സിമ്പിൾ കാര്യങ്ങൾ പോലും ഇൻക്രെഡിബിളി എൻഗേജിങ് ആയിട്ട് തോന്നും. റീഡിങ് ബോറിംഗ് ആയിട്ട് തോന്നില്ല, പഠിക്കുന്നത് പെയിൻഫുൾ ആകില്ല, വർക്ക് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ ഓവർലോഡഡ് അല്ല. ഇറ്റ്സ് ലൈക്ക് ദിസ്. നിങ്ങൾ രാവിലെ തന്നെ ഒരു മാസീവ് പീക്സ് ഓഫ് ചോക്ലേറ്റ് കഴിച്ചാൽ പിന്നെ ഒരു ആപ്പിളിന് കാർഡ്ബോർഡിൻ്റെ ടേസ്റ്റ് പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഒന്നുമില്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സിമ്പിൾ പീസ് ഓഫ് ഫ്രൂട്ട് പോലും ഇൻക്രെഡിബിളി സ്വീറ്റ് ആയിട്ട് തോന്നും. ഇതാണ് നിങ്ങളുടെ ഡോപ്പമീൻ വർക്ക് ചെയ്യുന്ന രീതി. എല്ലാവർക്കും ഇതറിയാം.
എങ്കിലും ഓൾമോസ്റ്റ് ആരും ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളുടെ സ്വന്തം മോർണിംഗ് ബേസ് ലൈൻ ഷീൽഡ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ റുട്ടീൻ ഞാൻ പറഞ്ഞുതരാം. നത്തിങ് കോംപ്ലിക്കേറ്റഡ്, നോ എക്സ്പെൻസീവ് ആപ്സ്, നോ കോംപ്ലക്സ് ഹാക്സ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫോക്കസുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ മാറും. വേക്ക് അപ്പ് ആൻഡ് ഡു നോട്ട് ടച്ച് യുവർ ഫോൺ. ഒരു 10 മിനിറ്റ് സിറ്റ് ക്വയറ്റ്ലി, നോ സ്റ്റിമുലേഷൻസ്, നോ നോയ്സ്, ജസ്റ്റ് യു ആൻഡ് യുവർ തോട്ട്സ്. നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളോട് തന്നെ ഇത് ചോദിക്കുക, വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് ടുഡേ, ഹൂ ഡു ഐ വാണ്ട് ടു ബി ടുഡേ, ആൻഡ് ദെൻ സ്റ്റാർട്ട് വർക്കിംഗ് ഇമ്മീഡിയറ്റ്ലി. നോ ഓവർ തിങ്കിങ്, നോ പ്ലാനിങ് ലൂപ്സ്, ജസ്റ്റ് ബിഗിൻ. കാരണം അൾട്ടിമേറ്റ് ഗോള് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക എന്നല്ല, നിങ്ങളുടെ ഫോക്കസ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നാണ്. പ്രൊട്ടക്ട് യുവർ മോർണിംഗ്സ് ആൻഡ് യുവർ എൻറ്റയർ ഡേ ചേഞ്ചസ്. ഡോപ്പമീൻ ബാലൻസ്ഡ് ആണെങ്കിൽ ചീപ്പ് മോട്ടിവേഷൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങൾക്ക്. ഈവൻ the hardest things start to feel completely natural.